ഇതോ ഇതാണ് അതിന്റെ ആ കാട് ചുറ്റുഭാഗമൊക്കെ വെച്ച് ഞാൻ തന്നെ ഒക്കെ റെഡിയാക്കി. അതെവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ കാടും പൊന്തൊക്കെ വെട്ടണമെന്നല്ലേ. ഞങ്ങൾ കൂവ എടുക്കാം കേട്ടോ. കൂവ ഇതാണ് കൂവ. പറക്കട്ടെ. ഇവിടെ കുറച്ചും കൂടി ഉണ്ടല്ലേ അമ്മ, നമുക്ക് ഇതിന്റെ ഭാഗ്യം കൂടി എടുക്കല്ലേ. ഇതെന്താ അത്? ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താ സംഭവം? ഇതാണ് ഇതിന്റെ അളിയൻ തരുള്ള ഭാഗം. അളിയനോ? അളിയൻ. എന്നിട്ട് ഇതെടുത്ത് അരിയണ കൂട്ടത്തിലിടണം, അപ്പോഴത് ഊറി കിട്ടുള്ളൂ എന്നാ പറയാ. അതെ, ഇത് ഇടുന്ന നിർബന്ധമാണ്. നിർബന്ധമാണ്. ശരി, ഇതിന് അളിയെന്നല്ലേ പറയാ. അപ്പൊ ഇത് വെള്ളത്തിലിട്ടെങ്കിലേ കൂവ ഊറി കിട്ടുള്ളൂ. ഓക്കെ. ഈ തോട്ടം മുഴുവനേ കൂവയാണിട്ടുള്ളത്. നന്നായത് കാട് നിറഞ്ഞതുകൊണ്ടാണ് നമുക്കിത് കാണാത്ത. ഈ കാട് വെട്ടിയാൽ ഇതിനുള്ളിൽ നിറച്ച് കൂവയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കൂവയ്ക്ക് എത്ര അറിയോ? കിലോയ്ക്ക് 2000 റുപ്യ കേട്ടോ, 2000. അപ്പോൾ അത് കളിച്ച സാധനമല്ല, അടിപൊളി സംഭവമാണ്. ഈ ചെറിയ വിത്തൊന്നും ഇട്ടൂല കേട്ടോ, വലിയ വിത്ത് മാത്രം ഇട്ടു. ചെറിയ വിത്തൊക്കെ അവിടെ തന്നെ ഇടുക. 5 വിത്തത്തെ കൊല്ലം കളയ്ക്കാനാകുമ്പോഴേക്കേ ഞാൻ കൊത്തിയൽ പോന്നാവൂലേ. ഈ ചെറിയ വിത്തൊക്കെ കഴിക്കാൻ, ചെറിയ വിത്ത് ഈ കുഴി തന്നെ ഇടല്ലേ നമുക്ക് അടുത്ത കൊല്ലത്തിന് ഉണ്ടാക്കാലോ. ഇതിന്റെ കള്ള മാത്രം ഇട്ടാൽ വലിയ വിത്തുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പം നമ്മൾ അവിടെയൊക്കെ ഇന്നലെയൊക്കെ മിഞ്ഞാന്നൊക്കെ കളച്ച് വെച്ചാൽ അവിടെ ഒരുപാടില്ലേ. അപ്പോൾ ഈ തൽക്കാലം ഇപ്പം നമുക്ക് ഇത് മതി. ഞാൻ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നീ ഇതൊക്കെ എന്താ ചെയ്യേണ്ട അറിയോ? ഇത് അമ്മ ചെയ്യണ പോലെ വേറെ ഉണ്ടോ അവിടെ? ഇപ്പൊ കണ്ടില്ലേ, ഇതേ മോഡൽ എടുത്തിട്ട് ഇതിനെന്താ തള്ളാന്നല്ല അറിയാ. എന്നിട്ട് ഇതിന്റെ മുകളത്തെ ഈ വേരൊക്കെ ഇങ്ങനെ ചെത്തി കളയാ. ഇത് മാത്രല്ലേ എടുക്കുള്ളൂ. ഇപ്പൊ നമ്മള് വിൽക്കാനാണെങ്കിൽ ഇതേ കൊടുക്കുള്ളൂ. വിത്ത് പിന്നെന്താ ചെയ്യാ? വിത്ത് അന്നലെ നേരത്തെ നമ്മളവിടെ ചെയ്ത പോലെ കുഴിച്ചിടല്ലേ അടുത്ത വർഷത്തേക്ക്. അതൊരു നീല കളറ്. അതാ നീല കളർ. ഇതിനാണ് പൊടി അറിയണത്. ഈ നീല കളറിന് നീല കളറിനാ പൊടി അറിയാം. അപ്പൊ ഇങ്ങനത്തെ വിത്തൊക്കെ എടുക്കുക, ഇവരൊക്കെ ഒഴിവാക്കും. ആദ്യം ഒന്നും കൃഷി ചെയ്തുണ്ടാക്കല്ലേന്നൊക്കെ ഈ കാട്ടിന്ന് പിന്നെ കളച്ചെടുത്ത് പോലെയാണ്. അതിന്റെ വിത്ത് അവിടെ തന്നെ ഇടും. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് അത് പിന്നെ വളർന്ന് ഒന്നാമത് ഇതിന്റെ പൊടിക്ക് നല്ല വിലയാണ്. കിലോന് 2000 റുപ്യ മാർക്കറ്റ് വില. അപ്പൊ അത് കൃഷി ചെയ്തുണ്ടാക്കിയാല് നല്ലതാണല്ലേ, ലാഭം കിട്ടും. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ ഇത് കുട്ടച്ചയാണ് കേട്ടോ, അച്ഛൻ്റെ അനിയൻ. അപ്പൊ കുട്ടച്ചി കൂവ തന്നെ 3 രീതിയിലൊക്കെ ഉള്ള. ഇത് നാടൻ കൂവയാണ്. പിന്നെ ബിലാത്തി കൂവ പറഞ്ഞിട്ട് വേറെ. എന്താ അങ്ങനെ ഒരു പേര്? അത് വെള്ള കളറാണ്. അത് പിന്നെ പുഴുങ്ങി തിന്നണേ. പുഴുങ്ങി കഴിക്കും ചെയ്യാം. പിന്നെ അതിന്റെ പൊടിയും എടുക്കാം. പിന്നെ മാതിരി അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവര് കൊണ്ടുവന്ന ബിലാത്തി കൂവ. അതാണ് ബിലാത്തി എന്ന് പേരിട്ട്. ബിലാത്തി ചേമ്പ് എന്നൊക്കെ അത് ശരി. അപ്പോൾ ഇതാ നല്ല പോലെ കഴുകി വൃത്തിയാക്കി 2 ദിവസം വെള്ളത്തിലിട്ടച്ച് വൃത്തിയാക്കിയ കൂവയാണിട്ടത്. ഇത് ഞങ്ങൾ എന്താ ചെയ്യാൻ പോണ അറിയോ? ഞങ്ങളിത് അരിയാൻ പോവാണേ. അപ്പൊ ആദ്യം അരിയലല്ലേന്നല്ലോ. ആദ്യം അരിയല. ആദ്യം തപ്പിന് ആണി മേടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഒരത്തി ഉണ്ടാക്കണം. കൈയിന്റെ തുഞ്ചൊക്കെ അങ്ങോട്ട് ചോന്ന് മുറിയാവും. അപ്പൊ ഇപ്പൊ എളുപ്പത്തിന് അനുസരിച്ച് നമ്മള് ഇങ്ങനെ ചെയ്യാണ്. ഇനിയിപ്പോ നമുക്കിത് മിക്സിയിൽ അരക്കാം. അല്ലാതെ ഇപ്പൊ ഒരച്ചുണ്ടാക്കാനൊന്നും ഇപ്പൊ കഴിയൂലല്ലോ. അതിനാണ് ഇപ്പൊ നമ്മളിത് മിക്സിയിലിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെറുതാക്കിന്. നമ്മൾ അളിയൻ അരിയല്ലേ. അരിയെന്ന് പറഞ്ഞാൽ അത് പൊടി ഊറാനുള്ള ഒരു ഇതാണ്. ഇത് അരിയാൻ നല്ല സുഖം ഉണ്ടല്ലോ, തീരെ കട്ടി ഉറപ്പില്ലേ. പൊടി ഊറാനുള്ള ഒരു സംഭവം അല്ലേ. എന്തായാലും ഓരോരോ ഐഡിയകൾ അതൊക്കെ പണ്ടൊക്കെ അതൊക്കെ ആർക്കറിയാം. ഇതിനെന്തോ ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നല്ലോ. ഐതിഹ്യം ഉണ്ട്, പക്ഷെ അത് അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നാ. ശരിയാണോന്ന് അറിയില്ല. അറിയില്ല. ഓരോരുത്തർ ഇങ്ങനെ കേട്ട് തന്നെ ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് അരക്കിയത് കൊണ്ട് ഇങ്ങനെ വരികയെന്നാണ്. അപ്പൊ ഇങ്ങനെ കൂവമണ കൊറേ വിട്ടിക്ക് കേൾക്കും. ഞാൻ പറയാൻ നിൽക്കുന്നമ്മ, ഇതിന്റെ നല്ല സ്മെല്ലുണ്ട്. ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ താഴത്തേക്കൊക്കെ അതിന് മണം വന്നിട്ടുണ്ട്.
ഓ ഇത് അതിന് വയറ്റിലുള്ള ഒരു പെണ്ണേന്ന് ഗർഭിണിയാണ്. ഗർഭിണിയാണ്. അപ്പൊ അത് കൂവ മണക്കണ്ടല്ലോ. പിന്നെ പൂതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയത് പൂതി തന്നെയാണ്. അത് തീർത്താ അതിനെ കിട്ടേണ്ടി വരൂല. അല്ല വേറെ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതെ, ഗർഭിണികൾക്ക് അങ്ങനെ ഗർഭിണികൾക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇല്ല, അത് കഴിഞ്ഞല്ലോ പറഞ്ഞല്ലോ. ഇത് ശപിച്ചതാണ് പോലും ഇത്. അതെ, അങ്ങനെ പറയുന്നത്. അതാണ് ഈ കട്ട് കളയാനുള്ള കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഇതിനൊരു കയ്പ് ചവ. കയ്പ് നല്ല കയ്പാണ്. അതിലെ ചോക്ക് ഞാൻ കയ്പാണ്. അപ്പൊ ആ ഗർഭിണി ശപിച്ചിട്ടാണ് വരാനുള്ള കാരണം. അതാണ് 3 വെള്ളം ഊറ്റി കളയണം എന്ന് പറയുന്നത്. ആ ഗർഭിണിക്കാണ് കൊടുത്താൽ മതി, കയ്പുണ്ടാവില്ലേ ഇതില്ല. ഇത് കട്ടുന്നാൻ പറ്റൂല ഇപ്പൊ ഈ സാധനം. അപ്പം ഞങ്ങൾ ഇത്രയും നേരം അരിഞ്ഞു വെച്ചത് ഇതാ മിക്സിയിലിട്ട് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് ഇനി തുണി കെട്ടിയിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അമ്മ ഇതിലൊഴിക്കട്ടോ. നല്ലോണം ലൂസാവണം. ഇതിന് ഈ പാത്രത്തിൽ കൊള്ളൂലേ? നമുക്ക് അയക്കതാ ചെമ്പ്. നമുക്ക് ഈ ചെമ്പിലും ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കട്ടോ. ഇനി ഞങ്ങൾ എന്താ ചെയ്യണം അറിയോ? അതേപോലത്തെ നല്ല വൃത്തിയുള്ളൊരു തുണി ഈ ചെമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക അല്ലേ. നല്ല പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കണം. കിട്ടല്ലേ? ഈ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ അതുമ്മിൽ വെച്ചരക്കുകയാണെങ്കിൽ. കുവക്കോലി പറഞ്ഞ സാധനം ഉണ്ടാവും. കഷ്ണങ്ങളൊന്നും അത് മിക്സിയിൽ അടിച്ചപ്പോഴേ അടിക്കുമ്പോ അങ്ങനെ തന്നെ അല്ല. ഓണങ്ങനെ ഒരുപാട് വെള്ളം വേണല്ലേ? വെള്ളം നല്ല വേണം. കിണറിൻ്റെ എടുത്താകൊണ്ട് കഴിച്ചില്ല. വേറെ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ ചെയ്തിരുന്നു. കിണറിൻ്റെ എടുത്തിക്കൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അഴിച്ചിട്ട് നമുക്ക് മറ്റേ ചെമ്പുമിക്ക് കെട്ടോ. കാരണം അതിൽ വെള്ളം നല്ലോണം നിറഞ്ഞു. നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച ചണ്ടില്ലേ, അതിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഒരുപാട് നേരത്തെ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇതിന്റെ വില ഇപ്പൊ എന്താ അറിയോ? ഇത് പിന്നെ ഇതല്ല, വേറൊരു മരുന്നായിട്ടും കൂടി ഉപയോഗിക്കും. ഞാൻ പറയാൻ നിൽക്കുന്നു. മൂത്രക്കടച്ചിലിനൊക്കെ, മൂത്രക്കടച്ചിലിന്, വയറ് കാളിച്ചയ്ക്ക്, ക്ഷീണം ഈ ചൂടുകാലത്തെ ഏറ്റവും നല്ല മരുന്നാ അത്. അങ്ങനെ നമ്മൾ വിജയകരമായി 2ാം ചെമ്പും പൂർത്തിയായിട്ടിരിക്കുന്നു. ഇത് അതിൻ്റെ അത്ര കളറില്ല, കാരണം അതിൻ്റെ സത്തുക്കൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിലാണുള്ളത് ഫസ്റ്റ് ചെമ്പിൽ. അപ്പോൾ അതാ 2 ചെമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 3 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അടുത്ത പരിപാടി ചെയ്യാം. അപ്പം എങ്ങനെ ചെയ്യേണ്ടത്? ഇനി അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ചാക്കുക. ഈ മുകളിലത്തെ വെള്ളം കളയുക, വെള്ളം ഫുള്ള് മാറ്റി കളയുക.
അപ്പോൾ എന്നിട്ട് ഇതൊന്ന് രണ്ടൊക്കെ കൂടി ഇളക്കിങ്ങാണ്ട് ഒന്നിച്ചാക്കിയിട്ട് ഒന്നിട്ട് ഇളക്കി ഇത്ര വെള്ളം പാർന്നിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഊറ്റി ഒഴിവാക്കുക. എന്നിട്ട് പിന്നെയും അത് ഇളക്കിയിട്ട് പിന്നെ അത്ര വെള്ളം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ 3 പ്രാവശ്യം അതേ രീതിയിൽ ചെയ്യണം. അങ്ങനല്ലേ? 3 പ്രാവശ്യം അതേ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും അടിപൊളി സാധനം. അത് ഞങ്ങൾ നാളെ കാണിച്ചു തരാം. എന്നിട്ട് അത് എടുത്തിട്ട് എങ്ങനെ ഉണക്കി പൊടിക്കണം എന്നുണ്ടെങ്കിൽ പാള മുറിച്ചുകൊണ്ട് വന്നിട്ട് പാളയിലിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ ഉണക്കുക. പിറ്റേന്ന് അതാ കട്ടൊക്കെ പൊടിച്ചിട്ട് പേപ്പറിലൊക്കെ വെച്ചിട്ട് കട്ടൊക്കെ പൊടിച്ച് സുഖമായിട്ട് ഉണക്കിയാൽ എത്ര വർഷം വരെ വെക്കാം. നല്ലോണം വെയിലത്ത് കിടന്നുണങ്ങണം. അപ്പം നമുക്ക് ആ പരിപാടികളൊക്കെ ഇനി നാളെ ചെയ്യാം കേട്ടോ. അപ്പം ഇനി നാളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ 3 പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റി കളഞ്ഞ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യാറിയോ? ഞങ്ങൾ ഇനി അത് കുറച്ചെടുത്ത് ഇന്ന് തന്നെ വിരകും, ബാക്കി കുറച്ച് വെയിലത്തിച്ച് ഉണക്കിയിട്ട് പൊടിയാക്കി മാറ്റി വയ്ക്കും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇനി മുകളിലത്തെ വെള്ളം കളഞ്ഞിട്ട് അടിയത്തെ പൊടിയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ മുകളിലത്തെ വെള്ളം കളയാട്ടോ. നമ്മൾ ഇന്നലെ അത്ര നേരം കഷ്ടപ്പെട്ടിട്ടുണ്ടായതാ പോലെ ഇത് നമുക്കൊരളവ് പറയണേക്കാം. നോക്കി നോക്കിയല്ലേ ഇങ്ങനെ ഒരു അടയാളം ഇങ്ങനെ കാട്ടിയിട്ട് ഇതാണ് ഇതിന്റെ കണക്ക്. ഈ വരക്ക് പറയല് ഒരടങ്ങഴി. ഇതാ ഒരടങ്ങഴിയോ? നിങ്ങളതും അതെ. അപ്പൊ ഈ ഒരടങ്ങഴി പൊടി അല്ലേ, അത് എങ്ങനെ അറിയോ? ഇതിപ്പോ വെയിലത്തിട്ട് ഉണക്കി പൊടിയായി വരുമ്പോഴല്ലേ ഒരടങ്ങഴി എന്നറിയാം. അപ്പൊ നമുക്ക് ഇതിന്ന് കുറച്ചെടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കണം. കുറച്ച് ഇപ്പൊ തന്നെ വരകും ചെയ്യാം. അപ്പൊ ആ പരിപാടി നോക്കട്ടോ. അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അമ്മ. കണ്ടോ? ഇത് മതിയാ ഉണക്കാൻ? ഇത് ഉണങ്ങിയാൽ കുറേ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പൊടി ഇനി വരകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അടിയത്തൊക്കെ ഇങ്ങോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കട്ടോ. വെള്ളം ഒഴിക്കണേ? ആ, ഒഴിച്ചോളി. ഇത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടി കേട്ടോ. കാരണം അത്രമാത്രം അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച് നമുക്ക് അടുപ്പ് എത്തിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഇളക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അല്ലേ. ഇപ്പം ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിത് അതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കല്ലേ. നമുക്ക് അതിക്ക് തേങ്ങ കൊത്തിടുക കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യിൽ വറുത്താം കേട്ടോ ഞാൻ. ഇപ്പം നമ്മൾ ഇന്നാൾ പന വരകിയില്ലേ, അപ്പോൾ ആ പന വരകിയതിന് ഏകദേശം ഒരു സാമ്യമുള്ള രീതി തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ പന വരകിയത് എന്താ വെച്ചാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ പൊടി, പനേൻ്റെ പൊടി. ഇത് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, കൂവേൻ്റെ പൊടി മാർക്കറ്റിൽ നമുക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. വെള്ളപ്പോക്ക്, സ്ത്രീകൾക്കുള്ള വെള്ളപ്പോക്കിന് നല്ലൊരു മരുന്നാണ്. മൂത്രക്കടച്ചിൽ, പിന്നെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞ പോലെ ക്ഷീണത്തിന് ഒക്കെ കലക്കി കുടിക്കല്ലേ. അപ്പം മധുരം നോക്കിയപ്പോൾ ഇല്ല, അപ്പം നമ്മൾ മുഴുവനായിട്ടിടുകയാണേ. അപ്പോൾ അത് നല്ലപോലെ കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു നേരത്ത് ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ ഇളക്കി നമ്മളിത് കുറുക്കി വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ കുവ വരകിയത് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ചൂടാറാൻ വേണ്ടി നമുക്കൊരു പാത്രത്തേക്ക് പരത്തി വയ്ക്കുക. എന്നിട്ടിത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അപ്പം നമ്മൾ വിരകി വെച്ചൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉണങ്ങിയ പൊടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉണങ്ങിയ പൊടി. അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചാൽ അമ്മേൻ്റെ ചേച്ചിയുണ്ട്, കുട്ടിയെടുത്തി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കൽ. അപ്പോൾ കുട്ടിയെടുത്തി തന്നതാണ് ഞങ്ങൾക്ക്. കണ്ടില്ലേ, കുട്ടിയെടുത്തി ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടിയെടുത്തി ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാനും അമ്മയും കൂടിയാണ് ഇപ്പോൾ ഇന്നത് ചെയ്തത്.
പക്ഷേ കുട്ടിയെടുത്ത് ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ പൊടി ഇങ്ങനെ കൊണ്ടുവന്ന് തരും. അപ്പോൾ കുട്ടിയെടുത്തിനെ ഈ നേരത്തെ നമ്മൾ ഒന്ന് ഓർക്കല്ലേ. അപ്പോൾ ഈ ഒരു പൊടി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഔഷധ ഗുണമുള്ള പൊടി എന്താ വെച്ചാൽ വെള്ളത്തിൽ ഇത് കുറച്ച് ഒരു സ്പൂണൊക്കെ മതിയില്ലേ? ആ കുറച്ച് മതി കേട്ടോ. ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ നല്ലോണം പച്ചവെള്ളത്തിൽ നല്ലോണം കലക്കി വെക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് എത്ര ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആ കലക്കി വെച്ച ആ കൂട്ട് അയക്കിയിട്ട് നല്ല പോലെ കുറേ നേരം ഇളക്കിയിട്ട് തണുത്തിട്ട് ഇങ്ങനെ കുടിക്കുക. ചുക്കള്ളം കുടിക്കുമ്പോൾ അങ്ങനെ കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ചെറിയൊരു ഇളം ടേസ്റ്റ് ഇങ്ങനെ വരും. ഇതിൻ്റെ നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു സ്മെല്ല് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അത് ആ ചൂടാറിയിട്ടുണ്ട്. നമ്മളിത് ഹൽവയൊക്കെ മുറിക്കുന്ന ആ രീതിക്ക് നമുക്കിത് മുറിച്ചെടുക്കട്ടോ. നമുക്കിതൊന്ന് ഓരോന്നെടുത്തിട്ട് പ്ലേറ്റിക്ക് മാറ്റിക്കുക. അത് കണ്ടില്ലേ? കൈമിലൊന്നും ആവാതെ നല്ല വൃത്തിക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മളെ കുവ വരകിയത് ഇതാ കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാവരും. ദാ കൊതി പിടിച്ചിട്ട് നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ ദാ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കാം കേട്ടോ. ഇത് ചെറിയച്ഛനാണ്, ഞാൻ ഇന്നലെ പറഞ്ഞതെന്നല്ല അച്ഛൻ്റെ അനിയൻ. അപ്പോൾ കഴിച്ചു നോക്കാം. എന്നാൽ കുട്ടച്ഛനെ കഴിച്ചോട്ടെ ആദ്യം. എടുക്കടോ. എത്ര തിന്നാലും മതി വരില്ല. നല്ല ഔഷധമുള്ള ഗുണമുള്ളൊരു സാധനമാണ് കൂവ. എത്ര കഴിച്ചാലും മതിയാവില്ല അല്ലേ? എന്നാൽ കഴിച്ചോളി എല്ലാവരും. പലവിധ ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെ മൂത്രക്കല്ലിൻ്റെ അസുഖം, പിന്നെ അസ്ഥിയുരുക്കം, സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന വെള്ളപ്പോക്ക്, ഇതിനൊക്കെ പറ്റിയ ഔഷധമാണ്. ചൂടുവെള്ളത്തിൽ കുറച്ച് പൊടി കലക്കി കുടിച്ചാൽ മതി. അസുഖങ്ങൾക്കൊക്കെ നാടൻ മരുന്ന് അല്ലേ? അപ്പോൾ ആ മരുന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കണം അല്ലേ? ഇങ്ങനെ കഴിക്കണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. എന്താ പറയുക, ഒരു ജെല്ല് നല്ല രസമുള്ളൊരു ടേസ്റ്റ് കിട്ടും. ആ ഒരു മണത്തിൻ്റെ ആ ഒരു ചൊയ നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ടേ അല്ലേ? അതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഞമ്മക്ക് ഇങ്ങനെ ഉണ്ടാക്കി തിന്നാലോ ഞമ്മക്ക് പള്ളിപ്പുറം നട പോയാൽ. അതെ. പിന്നെ വേറൊരു കാര്യം, ഹനുമാന്റെ രൂപത്തിലാണ് ഇപ്പോൾ അത് വരിക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ കുട്ടിയെടുത്തി കാണുന്നുണ്ടാവും. അപ്പോൾ കുട്ടിയെടുത്തേക്ക് എല്ലാവരും ഒരു ഹായ് പറഞ്ഞാണി. ഹായ് കുട്ടിയെടുത്തിയെ. കാരണം കുട്ടിയെടുത്തിയാണ് നമുക്കിത് പരിചയപ്പെടുത്തി തന്നെ അവിടുന്ന് പള്ളിപ്പുറത്ത് അല്ലേ? കഴിച്ചോളിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതുവരെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അതുപോലെ എന്നാണ് നമ്മളെ ചാനലൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലേക്കണോ ഒന്ന് തൊട്ടേ. എൻ്റെ കുട്ടിച്ചെന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതെ, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ പൊടി. എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഇങ്ങനെ വിറകി ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ പൊടി ഉണ്ടാക്കിയെടുക്കണ പ്രോസസ്സിങ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. അതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് അങ്ങനെ വിറകി കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെന്താ പറയുക, അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ആരും ബേജാറാവണ്ട, അടുങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി തിന്നോളി.